ബി നേരത്തെ പറഞ്ഞത് വലിയ ശരിയായി. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് ആൾക്കാരെ ശ്രദ്ധിക്കാതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുന്ന കറക്റ്റ്, വായി വന്നത് കോതയ്ക്ക് പാട്ട്, ഒരു ബോധമില്ലാത്ത അവസ്ഥ, എന്ത് വേണം പറയും. അപ്പൊ ബിപിയുടെ ഈ ചെറിയൊരു പനിയൊക്കെ അടിച്ചിരുന്നു, അതൊക്കെ പോയോ? ആ പനിയൊക്കെ മാറി. ഈ തൊണ്ടയുടെ കിച്ചൊക്കെ പോയോ? ആയി മാറി വരുന്നു. ചോദിക്കാനൊരു കാര്യമുണ്ട്. ഇപ്പൊ നല്ല ചുക്ക് കാപ്പി കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു അല്പം അങ്ങോട്ട് നോക്കാം. അപ്പൊ ഒരു ചുക്ക് കാപ്പി ഇരട്ട് വേണേ അടിക്കാൻ. ഇപ്പൊ ഇന്നലെ പറഞ്ഞ് ഇന്ന് വീണ്ടും പറയരുത്. ചുക്ക് കാപ്പി കുടിക്കാം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ചുക്കാപ്പി ഒരു കാപ്പി ബിപിക്കും കൊടുക്കുക. അപ്പൊ നമുക്കിനി മറ്റൊരു കാര്യം, UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ഇതിന്റെ കാരണം അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പാണ് എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിന് പകരം വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക എന്ന വിവരം ലഭിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഈ അസ്വാരസ്യം കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും SKN യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 26-ാം തീയതി, ഇന്ന് 6-ാം തീയതിയാണ്, അടുത്ത 20 ദിവസത്തിനുള്ളിൽ അമേരിക്കയിലെത്തി ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ആ സ്പീക്കേഴ്സ് ലിസ്റ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പേര് മാറിയിരിക്കുന്നു. പകരം അവിടെ പോകുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ്. പ്രധാനമന്ത്രി ഇനി അവസാന നിമിഷം പോകുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം പോകുന്നില്ല എന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ഒരു ഷിഫ്റ്റാണ്. അദ്ദേഹം UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുമെന്നും അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ചയുണ്ടാവുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, പ്രത്യേകിച്ച് വ്യാപാര തർക്കത്തിൻ്റെ വെളിച്ചത്തിൽ. പക്ഷെ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുന്നു. വ്യാപാര തർക്കത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇത്തിരി സ്റ്റബേൺ ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നു. അതിനിടയിലാണ് SKN ചൈനയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെയും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും നേരിട്ട് ചൈനയിൽ പോയി കണ്ട് വലിയൊരു അച്ചുതണ്ട് റഷ്യ, ചൈന, ഇന്ത്യ എന്നുള്ള രീതിയിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈനയെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് കൊടുക്കാവുന്ന മറുപടി ചൈനയായി പക്ഷം പിടിച്ചുകൊണ്ട് തന്നെയാണെന്ന് മനസ്സിലായി. ട്രംപിൻ്റെ ഇപ്പോൾ വരുന്ന പ്രഖ്യാപനങ്ങളൊക്കെ വലിയ വേവലാതിയാണ്. ഇതാ ഇന്ത്യയും റഷ്യയും പോയി അമേരിക്കയുടെ ചൈനയുടെ അന്ധകാരത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. അതിനിടയിൽ SKN ഈ മണിക്കൂറുകളിൽ വന്നിരിക്കുന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം വളരെ ഇതാണ്: നരേന്ദ്രമോദി എല്ലാ കാലത്തും എൻ്റെ സുഹൃത്താണ്, അത് സുഹൃത്തായിട്ട് തുടരും. പക്ഷേ മോഡി ചെയ്യുന്ന നിലപാടുകളോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല, ഇപ്പോൾ നടക്കുന്ന നിലപാടുകളോട് എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന് ആകെ ഒരു വിഭ്രാന്തി ബാധിച്ച അവസ്ഥയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിനിടയിൽ SKN വലിയ ഒരു വാർത്താ ബ്രേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SKN നേരത്തെ ചൈനയുടെ കാര്യം ചോദിച്ചല്ലോ. ചൈന പാകിസ്ഥാനിൽ നിന്ന് വലിയ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് വലിയ ആശ്വാസവും സന്തോഷവും പകരുന്ന വാർത്തയാണ്. പാക് അധിനിവേശ കാശ്മീരിലൂടെ ആണ് ഈ പ്രോജക്റ്റ്. $60 ബില്യൺ, ഏതാണ്ട് $6000 കോടി ഇൻറ്റു 85 നോക്കിയാൽ എത്ര ലക്ഷം കോടിയുടെ ബിസിനസ്സാണ് അവിടെ ചെയ്യാനിരുന്നത്. വലിയ റോഡും ഇതൊക്കെ. അത് ഗ്വദാർ പോർട്ട് വരെ പോകുന്ന, അറേബ്യൻ സീയിലെ പോർട്ട് വരെ പോകുന്ന പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റിൽ നിന്ന് ചൈന പിന്മാറി എന്ന വാർത്ത വരുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് ചൈന, ഇന്ത്യ, റഷ്യ അച്ചുതണ്ട് വരുന്നു. പാകിസ്ഥാനാണെങ്കിൽ അമേരിക്കയായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നു. അവിടുത്തെ അസീം മുനീർ പോയി ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുത്തത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇന്ത്യയെ പിണക്കേണ്ടതുമില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ പുതിയ വ്യാപാര ബന്ധം ഉണ്ടാകുന്നു. ഇപ്പോൾ ലോകക്രമത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ചൈന കൂടുതൽ പിന്മാറുന്നു, ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നു, അമേരിക്ക പാകിസ്ഥാനുമായി അടുക്കുന്നു. പഴയ കാലത്തെ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് എല്ലാ യുദ്ധങ്ങളിലും അമേരിക്ക പാകിസ്ഥാന്റെ കൂടെയായിരുന്നു. അപ്പൊ SKN ഇതൊരു വലിയ ഷിഫ്റ്റാണ് ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു BP ജെയിംസ് ഫോർ ദ ഇൻഫർമേഷൻ. അപ്പോൾ ഓണമൊക്കെ ആഘോഷിക്കുക. ഇന്നലെ ഓണം ആഘോഷിക്കാൻ സമയം കിട്ടി കാണില്ല. ഇന്ന് ആഘോഷിക്കുക. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.